ജെൻസിന് ഹെയർ ഡൈ ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ മൈലാഞ്ചി ഉപയോഗിക്കാമോ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിലിൽ ഫതവ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, ഖൽബുർ റജുലി ലിഹ്യതഹു വയദൈഹി വരിജ്ലൈഹി ബിൽ ഹിന്നാഇ ഹൽ യജൂസു ലഹു മിൻ ഗൈരി ളറൂറത്തിൻ അം ലാ. എന്നിട്ട് അതിൻ്റെ മറുപടി പറയുന്നതായി കാണാം, ഖിലാബു ശഅരി മിനർ റഅസി വൽ ലിഹ്യതി ബിൽ ഹിന്നാഇ ജായിസുൻ ലിർറജുലി ബൽ സുന്നത്തുൻ സറഹ ബിഹിൻ നബവിയ്യു റളിയല്ലാഹു അൻഹു ഫി ശർഹിൽ മുഹദ്ദബി നഖ്ലൻ അൻ ഇത്തിഫാഖി അസ്ഹാബിനാ ലിമാ വറദ ഫീഹിൽ അഹാദീസുസ് സ്വഹീഹ. തലമുടിയെയും താടിരോമങ്ങളെയും മൈലാഞ്ചി ഉപയോഗിച്ചുകൊണ്ട് കളർ ചെയ്യുന്നതിന് വിരോധമില്ലെന്നും അത് സുന്നത്താണെന്നും ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്വഹീഹായ ഹദീസ് അതിന് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. ക്രൈസ്തവരും ജൂതന്മാരും ചായം പൂശാറില്ലെന്നും അവരോട് നിങ്ങൾ എതിരാകുകയും ചെയ്യണമെന്നാണ് തിരുവചനം. അതേസമയം മക്ക ഫത്ഹിൻ്റെ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പിതാവാകുന്ന അബൂ ഖുഹാഫയെ കൊണ്ടുവരപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ താടിരോമങ്ങളും അദ്ദേഹത്തിൻ്റെ തലമുടിയും വെളുത്ത് നരച്ചു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിന് ചായം പൂശണമെന്നും ഗയ്യിറു ഹാദാ വജ്തനിബു സവാദ്, ഈ ഒരു നിറത്തെ മാറ്റി നല്ല മൈലാഞ്ചി പോലെയുള്ള കളർ നൽകണം എന്നും അതേസമയം കറുപ്പു നിറത്തെ വർജിക്കണമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടു തന്നെ നമ്മുടെ ജീവിതത്തിൽ മുടി നരച്ചാലും ഡൈ ഉപയോഗിക്കുക എന്നത് ഇസ്ലാമിൽ നിഷിദ്ധം തന്നെയാണെന്ന് മഹാനാകുന്ന ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിലിൽ ഫതവ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി